നിർണായകമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് ക്രമാതീതമായി മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ്. ഇനി എത്ര അധികം പേരെയാണ് കണ്ടെത്താനുള്ളത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ്? ഈ 266 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. കാരണം 3 വാർഡുകളിലായാണ് ഒരു 10, 11, 12 വാർഡുകളിലായാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം സാരമായി ബാധിച്ചിരിക്കുന്നത്. അതായത് 3 നാടുകൾ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി. അതിൽ തന്നെ ഈ ഒരു വാർഡിലൊക്കെ എന്ന് പറയുന്ന 10ാം വാർഡിലൊക്കെ 1000-ത്തിലധികം ആളുകളുണ്ട്. മറ്റു വാർഡുകളിൽ കൃത്യമായ കണക്കുകൾ ലഭിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വാർഡുകളും ഏകദേശം 3000-ത്തിനടുത്ത് ആളുകൾ നിലനിന്നിരുന്ന ഒരു പ്രദേശം. 3 പ്രദേശങ്ങൾ അവിടെയുള്ള ആളുകളിൽ പലരും ഇന്ന് ക്യാമ്പുകളിലുണ്ട് എന്നുള്ളതാണ്. ആ ക്യാമ്പുകളില്ലാത്ത മനുഷ്യരുമുണ്ട്. 266 പേര്. അതിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളുണ്ട്, വയോധികരുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. ഇനിയും കാണാതെ പോകുന്ന ഒരാളെ നമ്മൾ ഇന്നലെ ക്യാമ്പിലുള്ള ആളുകളുടെ അനുഭവങ്ങളെല്ലാം തന്നെ കേരളം കേട്ടതാണ്. ഒരു സ്ത്രീ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്ന സമയത്ത് ആനയ്ക്ക് മുൻപിൽ പെട്ട് ആ സമയത്ത് ആന ഒന്നും ചെയ്യാതെ അവർക്ക് തുണയേകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതായത് ഈ സഹജീവികൾ പോലും നമ്മോട് ഒരു കരുണയോടുകൂടി ആർദ്രമായിക്കൊണ്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഇന്നലെ ഈ ചൂരൽമലയിലേക്ക് നടന്നു പോകുമ്പോൾ, അതായത് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ചൂരൽമലയിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഞാനുണ്ട്, നമ്മുടെ ക്യാമറ പേഴ്സൺമാരായ ജിഷ്ണു ഉണ്ട്, രാഹുൽ മക്കടിയുമുണ്ട്. നമ്മൾ നടന്നു പോവുകയാണ്. കനത്ത മഴയുണ്ട്. നമ്മൾ ഈ റെയിൻകോട്ടും അതിന് പുറമെ കുടയും ചൂടിയാണ്. റെയിൻകോട്ട് ഇട്ടത് കൊണ്ട് മാത്രം ആ മഴയെ പ്രതിരോധിക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നായ നമ്മുടെ അരികിലേക്ക് വരികയാണ്. മഴ കൊള്ളാതിരിക്കാൻ നമ്മുടെ അരികിലേക്ക് ആ നായ വരുന്നു. നമ്മുടെ കൂടെ ആ നായ സഞ്ചരിക്കുന്നു. അതൊരുപക്ഷെ ഈ ദുരന്തത്തിൽ ഏതെങ്കിലും ഒരു യജമാനൻ നഷ്ടപ്പെട്ട നായ ആയിരിക്കാം എന്നുള്ളതാണ്. കാരണം നമ്മളെ കണ്ടപ്പോൾ അതിന്റെ യജമാനനാണോ എന്നൊരു സംശയം കൊണ്ട് അരികിൽ വന്നേക്കാം. അത് 1 കിലോമീറ്ററോളം നമുക്കൊപ്പം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് മറ്റ് വലിയ വാഹനങ്ങൾ, ട്രക്ക് പോലുള്ള വാഹനങ്ങൾ വരുമ്പോഴാണ് അത് ഈ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന, അതായത് പിന്നീട് അവിടെ നിന്നും പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ എല്ലാം തന്നെയുള്ള സഹജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ആ മനുഷ്യർക്കെല്ലാം തന്നെ പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത് അവരുടെ ഉറ്റവർ ഉടയവരായ ആളുകളെ, അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ്. അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ജീവനോടെ എത്ര പേരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല അതിന്.